നമ്മുടെ മോനിയൂര് കളിയാട്ടമുക്കില് ഫതുവ എന്ന് പറയുന്ന കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ ആ കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിക്ക് ബാധിച്ച രോഗം അമീബിക് മസ്തിഷ്ക ജ്വരം ആണ് എന്നാണ് ഡോക്ടർമാരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഞാൻ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ മലപ്പുറം ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഇവരുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പൊ അതിന് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് എന്താ, മിൽട്ടി ഫോസിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്, അത് എവിടെയും ലഭിക്കാത്ത ഒരു മരുന്നാണ് എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടു. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ ഒരു മരുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു അവിടെ മരുന്നില്ല. ഞാൻ ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജുമായി ബന്ധപ്പെട്ടു. അവരും ഇതിൽ വളരെ സജീവമായി ഇടപെടാൻ തയ്യാറായി. അവർ മെഡിക്കൽ കോളേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അപ്പൊ ഈ മരുന്ന് ഇന്ത്യയിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഏതായിരുന്നാലും അടിയന്തരമായി ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നടത്താമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 4 കുട്ടികൾ നിരീക്ഷണത്തിലാണ്. അപ്പൊ പുഴയിൽ കുളിച്ചിട്ട് അതിനുശേഷമാണിത് ഈ രോഗം ഉണ്ടായത് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. ഏതായിരുന്നാലും മെഡിക്കൽ കോളേജ് ഗുരുതരാവസ്ഥയിൽ ഇങ്ങനെ എതുവ തുടരുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും അവിടെയുണ്ട്, വലിയ ആശങ്കയിലാണ്. ഈ 4 കുട്ടികളുടെ നിരീക്ഷണത്തിലുള്ള 4 കുട്ടികളുടെ രക്ഷിതാക്കന്മാർ അതിലേറെ ആശങ്കയിലാണ്. അപ്പോ അടിയന്തരമായി നമ്മുടെ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ട്, ഇതൊരു സപ്പോർട്ടിംഗ് മെഡിസിൻ ആണെന്ന് പറയുന്നത്. കുറച്ച് മരുന്നുകൾ അവർ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ സപ്പോർട്ടിംഗ് മെഡിസിൻ ഇതാണ് കിട്ടേണ്ടത്. അപ്പൊ ഇത് ലഭ്യമാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ആരോഗ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അവർ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിന് പരിഹാരം ഉണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. വളരെ വേഗത്തിൽ ആ കുട്ടി ആരോഗ്യത്തിലൂടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം.